നിൻ സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ നന്ദി കൊണ്ടെന്റെ ഉള്ളം തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. വീട്ടിൽ കൂടെ സ്തുതിപ്പാൻ തക്കോണം ഞങ്ങൾ സഹായിച്ചതായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, പ്രിയ ഹല്ലേലൂയ സെന്നുവിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ ഒരു ഫംഗ്ഷനോടുകൂടി ഇത്രത്തോളം കർത്താവ് ഒരുക്കി തന്നു, ഇത്രത്തോളം നടത്തി ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ കുടുംബത്തെ നീ ഇത്രത്തോളം അനുഗ്രഹിച്ചു സഹായിച്ചു. ആമേൻ. ഹല്ലേലൂയ നിറച്ചു പഠിപ്പാൻ നീ സഹായിച്ചു. നന്മളാൽ നിറച്ച് ഹല്ലേലൂയ കർത്താവിന്റെ ഭയത്തിലും ഭക്തിയിലൊക്കെയും വളരുവാൻ നീ സഹായിച്ചു. തന്റെ കുടുംബജീവിതം ആരംഭിക്കാൻ പോകുന്ന ഈ ആദ്യത്തെ ഫംഗ്ഷനായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവ് നീ സഹായത്തോടുകൂടി ഒരിക്കലും മറ്റു പോയില്ല എന്ന് വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവോട് കൂടെ ഈ കുടുംബജീവിതം നയിക്കുവാൻ അവരെ സഹായിക്കണമേ. കർത്താവേ, കടന്നു പോകുന്ന ഫംഗ്ഷനെ നീ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ ദേവദാസന്മാർ അനുഗ്രഹിക്കണമേ. കടന്നു വരുന്ന എല്ലാ ആമേൻ അല്ല വീട്ടിലുള്ളവരും ബന്ധുക്കളെ കർത്താവിന്റെ കല്യാണത്തിന് ഒരു കുറവ് വരാത്തോളം കർത്താവിന്റെ ദൃഷ്ടി അവിടെ ഉണ്ടായിരുന്ന പോലെ മൊത്തമായ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ പാത്രമായി അനുഗ്രഹ കുടുംബജീവിതമായി ഉത്തരം നൽകിയിരിക്കാതെ സൗത്രം ഞങ്ങൾക്ക് വേണ്ടി വന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. അമ്മ എഴുതിയ ശേഷം അത് കുഴപ്പമില്ല.
welcome to this beautiful engagement ceremony of Sinu and Noel. Today marks an important milestone in their lives as they begin their journey towards their lifetime of togetherness. On behalf of Sinu and Noel, I would like to express our sincere gratitude to all of you joining us here tonight. നമ്മുടെ പ്രിയപ്പെട്ട സിനിമയുടെ ആയിട്ട് പാരന്റ്സിനെ സിബ്ലിംഗ്സിനെ ഒരു നല്ല കൈയോടെ ഇനി നമ്മുടെ സ്റ്റാഫിനെ വിളിക്കണ്ടേ? ഒന്നൂടെ. കേട്ടില്ല ഒന്നൂടെ. Finally, the moment we have all been waiting for. With a big round of applause, let's welcome Sinu and Noel onto the stage. पहला नशा पहला घुमा नया प्यार है नया इंतजार करूँ मैं क्या अपना दिल बेकरार मेरे दिल बेकरार तू ही बता पहला नशा पहला घुमा By our side. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആരാ? നമ്മുടെ parents and siblings. As we all know, the union of two hearts is not just about the couple, but it's also about their families. At this moment, I would like to invite the parents and siblings of our dear Sinu and Noel onto the stage to be part of this special occasion. Jesus Christ, His Son, His eyes with a grateful heart, His thanks to the Holy One, His thanks because He's given Jesus Christ, His Son. Because of what the Lord has done for us, and now we say, I am strong. Let the poor say, I am rich, because of what the Lord has done. എല്ലാവർക്കും ഇവിടുത്തെ താരങ്ങളെ അറിയാം. But today I have been given this honor to host you all. My name is Sneha Miriam Thomas. I am wife of Syriac, Sinu's brother. So ഞാൻ ഈ ഫാമിലി ജോയിൻ ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 ആഴ്ച ആയിട്ടുള്ളൂ. But it felt like I was always part of family. സന്തോഷം, ചിരി, കളിയാക്കൽ എല്ലാത്തിനും ഒരു കറക്റ്റ് ഫോർമുല ഉള്ള ഒരു കുടുംബം. ആൻഡ് മൈ ഡിയർ സിസ്റ്റർ സിന്നു എല്ലാവരുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കരുതലോടെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഹർ ബിഗ്ഗസ്റ്റ് ക്വാളിറ്റി.
As soon as we got to know more about Noel, we knew he was a perfect match for her as well. Couldn't have it any other way. Noel is the son of Mr. Matthew Isaac P. He's a retired bank official, and Mrs. Rennie Matthew, who's a homemaker. Noel also has a sister, Nina, who could not be here today, but is keenly watching us virtually all the way from the States, with her husband Jana and her son Jaden, both software engineers at Walmart. Sinu is the daughter of Mr. James Siri Taril, who's a businessman, and Mrs. Sarah Helmi James, who's a homemaker, and her brother Cyril James, working in Dubai in Seamark Shipping, and I work in Dubai as well in DSV. I would like to officially congratulate both of you personally and on behalf of everyone gathered here to embark you on this beautiful chapter of your lives. A big round of applause. Can we take a quick couple of photographs and proceed on to the next ceremony? This family photo. സഹോദരി സഹോദരങ്ങളെ, ഒരു എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. വ്യത്യസ്ത ദേശത്ത് ജനിച്ചു വളർന്ന് വ്യത്യസ്ത അപരിചിരിയിൽ ജീവിതം നയിച്ച് വന്ന ഇരു കുടുംബക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അവരുടെ മക്കളുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ടാണ് കൂടിയിരിക്കുന്നത്. ആ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരുവാൻ വേണ്ടി ചിന്നുവിൻ്റെ ഭാഗത്തു നിന്നും മൃദു സഹോദരൻ ജോസ് സി തറയിലും നോയലിൻ്റെ ഭാഗത്തു നിന്നും മൃദു സഹോദരൻ ഡോക്ടർ ഗീവർഗീസ് ഉൾനാട്ടും വേദിയിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. വിവാഹത്തെ സംബന്ധിച്ചെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ അറിവിന് വേണ്ടി ഇവർ രണ്ടുപേരും വിശദമായി പറഞ്ഞ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വന്യ വൈദികന്റെയും മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ ഈ വിവാഹ നിശ്ചയം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുവാനായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവകൃപയാൽ ആമ്പല്ലൂർ കരയിൽ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗമായ തറയിൽ കുടുംബത്തിൽ ജെയിംസിൻ്റെയും ഹെൽനി ജെയിംസിൻ്റെയും മകളായ സിന്നു ജെയിംസും മണ്ണൂർ കരയിൽ സെന്റ് ജോർജ് യാക്കോബായ പള്ളി ഇടവകാംഗമായ കുളിനാട്ട് കുടുംബത്തിൽ റെനി മാത്യുവിൻ്റെയും മാത്യു ഐസക് കുളിനാട്ടിൻ്റെയും മകനായ നോയൽ മാത്യുവും തമ്മിലുള്ള വിവാഹത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇരു കുടുംബങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്ന വിവരം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദം ഈ വിവാഹ ബന്ധത്തിന് ചോദിക്കുകയാണ്. ഏറ്റവും ബഹുമാനനായ വൈദികൻ, പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ,
ദൈവഹിതമാകയാണ് 2024 ജൂൺ മാസം 25-ാം തീയതി ഞായറാഴ്ച, കൊല്ലവർഷം 1199 മിഥുനമാസം 9-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ബഹുമാനപ്പെട്ട കുന്നക്കുരുടി സെൻറ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെച്ച് വിവാഹം നടത്തുവാൻ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും തമ്മിൽ ഒരു ധാരണയായിരിക്കുന്ന വിവരം സ്നേഹപൂർവ്വം നിങ്ങളേവരെയും അറിയിക്കുന്നു. പ്രതിഷ്ഠിത വധുവിനും വരനും എല്ലാ ആശംസകളും നേരാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമുക്കൊരു വലിയ കയ്യടിയോടുകൂടി ഈ വിവാഹ സാക്ഷ്യം നമുക്കൊന്ന് ഉറപ്പിക്കാം. പ്ലീസ്. ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും 2 ലോകങ്ങളിലും എന്ന് വന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. സൃഷ്ടാവ് മനുഷ്യരെയാണ് പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നും ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അല്ല ചെയ്ത തമ്പുരാനെ, വിവാഹം നിന്നാൽ നിശ്ചയിക്കപ്പെട്ടതാകുന്നു. അത് പരിശുദ്ധമാകുന്നു. അത് വേർപെടുത്തുവാൻ പാടില്ലാത്ത ഒരു ദൃഢബന്ധമാകുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് നിശ്ചയിത കർത്താവേ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദാസന്റെയും ദാസിയുടെയും വിവാഹത്തെ പറ്റി ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതിനായി ഇവിടെ കൂടിയിരിക്കുന്നു. ഞങ്ങൾ നിർവഹിക്കുന്ന ഇന്നത്തെ വിവാഹനിശ്ചയം നിന്റെ ഹിതപ്രകാരമായിരിക്കണമേ. ലൗകികമായി നേട്ടങ്ങൾക്ക് മുൻതൂക്കം നൽകാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇസ്ഹാക്കിനെ പറ്റി തുണയെ കണ്ടുപിടിക്കുന്നതിനെ നീ സഹായിച്ചു. അവന്റെ വിവാഹത്തെ നീ അനുഗ്രഹിച്ചുവല്ലോ. ഈ നിന്റെ മക്കളുടെ വിവാഹദാസമാണ് അനുഗ്രഹകരമായി നടക്കുന്നതിനും സൗഭാഗ്യം നിറഞ്ഞ ദാമ്പത്യ ജീവിതം മക്കൾക്ക് നിന്റെ ദാസീദാസന്മാർക്ക് ആശയപ്പെടുന്ന മണവാളും മണവാട്ടിയും അനുഭവിക്കുന്നതിന് സംഗതിയാക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്നാളും സ്തുതിക്കുമാറാകണമേ. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിന്റെയും കാവൽ പിതാവായ മോർത്തോമാസ്ലീഹായുടെയും പരിശുദ്ധ പിതാക്കന്മാരായ മാർ ബഹ്നാൻ സഹദായുടെയും യോഹന്നാൻ മൗദാരുടെയും ഗീവർഗീസ് സഹദായുടെയും ഗ്രിഗോറിയോസ് പിതാവിന്റെയും കുര്യാക്കോസ് സഹദായുടെയും എൽദോമാർ ബസേലിയോസ് ബാവായുടെയും ഇഗ്നാത്യോസ് മോറോനയുടെയും മറ്റെല്ലാ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥയാൽ തന്നെ ഭക്തർ തൃക്കരൾ ഞങ്ങളിൽ അരിവാന്തൻ പകരപേക്ഷയണ നിർത്തിയിടരുതേ മാതാവേ. ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആദ്രത തോന്നിയിട ഏകാത്മജനോട ഒരുപോലിങ്ങും മാറിയോ ഹാനോന്മൗദാനോ മേലും നിന്നോർമ്മ ഉദഗണമേ. നിൻ പ്രാർത്ഥന നീ ഓർമ്മയെ ബഹുമാനീശോ. പരിശുദ്ധന്മാരേ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളയും തൻ കോപത്തിൽ പടികളയുമായി. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും
വിവാഹം നിശ്ചയിച്ച ഇരു കുടുംബങ്ങളുടെ മേലും വിവാഹം നടത്തുന്ന ദിവസത്തിൻ്റെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. നോയിലി ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ കുട്ടിയാണ്. അത് അവനെ എല്ലാവരും കുട്ടമ്മോനെ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരുടെയും പെറ്റാണ് അവൻ. കുഞ്ഞുനാളിൽ അത്യാവശ്യം നല്ല കുസൃതിക്കാരനായിരുന്നു. ഇളയ കുട്ടിയായതുകൊണ്ട് തന്നെ അവന് ഇവിടെ സമപ്രായക്കാരുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലായിരുന്നു അവന് സമപ്രായക്കാരുണ്ടായിരുന്നത്. അമ്മച്ചിയുടെ പെറ്റായിരുന്നു കുട്ടമ്മോൻ. എന്ത് പറഞ്ഞാലും അമ്മച്ചി സാധിച്ചു കൊടുക്കും. കുഞ്ഞുനാളിലെ ഇവന് വണ്ടികളോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അമ്മച്ചി എവിടെ പോയി വന്നാലും അവനെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാണ്ടിരിക്കില്ല. കൊച്ചേട്ടനാണെങ്കിലും എക്സിബിഷനൊക്കെ കൊണ്ടുപോയി അവൻ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ട് സാധിക്കാത്ത കാര്യങ്ങളൊക്കെ അമ്മച്ചിയും കൊച്ചേട്ടൻ വഴി അവൻ നടത്തും. വീട്ടിൽ വെച്ചാണെങ്കിൽ മീനയും മേരിക്കുഞ്ഞും ഒരേ പ്രായമാണ്. അപ്പോൾ അവർ രണ്ടുപേരും മുറിക്കകത്ത് കയറി വാതിലടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവന് സഹിക്കില്ല. അപ്പോൾ അത് എങ്ങനെയും കൊച്ചേട്ടനോട് പറഞ്ഞു ചെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറപ്പിച്ച് അകത്ത് കയറി അവരെ രണ്ടുപേരും നദി കയറി അവിടെ കിടക്കും. ഇവനെന്തെങ്കിലും തെറ്റ് ചെയ്താലും വഴക്ക് കേൾക്കുന്നത് വെറുക്കായിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലും അവനായിരുന്നു നന്നായിട്ട് നയിച്ചുകൊണ്ടിരുന്നത് എല്ലാം. പിന്നെ എല്ലാ കൂട്ടുകാരുടെയും തന്നെ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാറുണ്ട്. ഞങ്ങൾ പോകാറുണ്ട്. അവരൊക്കെ പറയും ഇനി അടുത്ത നോയലിൻ്റെ കല്യാണം കേട്ടോ ഞങ്ങളെ വിളിക്കാനോ എന്ന് പറയും. അതുപോലെ തന്നെ ദൈവം സഹായിച്ചിട്ട് എല്ലാം ഒത്തു വന്നിട്ടുണ്ട്. ഞങ്ങളും ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനൊരു കുട്ടീനെ തന്നെയാണ്. എനിക്ക് ജോലി വേണം, പിന്നെ അത്യാവശ്യം സൗന്ദര്യം വേണം, വീട്ടുകാരായിരിക്കണം. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ദൈവം അതൊക്കെ സാധിച്ചെന്നൊന്നും പേടിക്കാം. എല്ലാം ദൈവത്തിന് നന്ദി. അത്യാവശ്യം നല്ല വാശിയുണ്ടായിരുന്നു. ഞാൻ തന്നെ എടുക്കണം, എടുത്തോണം. അങ്ങനെ അത് വിളിച്ചു വെച്ചിട്ടുണ്ടല്ലോ വണ്ടികൾ. പിന്നെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ദിവസം രാവിലെ ചപ്പാത്തി പാകത്തിൽ ഡെലിവറി ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ നമുക്ക് ഏതും രാത്രി വിളിച്ചു. എന്നിട്ട് അമ്മ പിന്നെ കാണാൻ തോന്നുന്നില്ല, എങ്ങനെയൊക്കെ നിൽക്കുമെന്നൊക്കെ ചോദിച്ചു. ഇച്ചിരി വിഷമിക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിലേക്ക് നോക്കിയപ്പോഴും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ വന്നേ 25 ദിവസം കംപ്ലീറ്റ് ആയിരുന്നു കല്യാണം ആലോചിക്കുന്നത്. അതൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ മനസ്സിലൊരു പേരൻസിലൊക്കെ
പിന്നെ നല്ല താടിയുള്ള പൊട്ടന്മാർക്കുള്ള ഒരു പയ്യനായിരുന്നു ഞങ്ങള് മനസ്സിലാക്കി. അങ്ങനെ ഒരു ഫാമിലി തന്നെ കിട്ടി. അങ്ങനെ തന്നെ നോയിന് ഞങ്ങൾ കൂട്ടി. ഇനിയുള്ളവർക്ക് ഭർത്താവിനോടൊപ്പം ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളായിരുന്നു. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്. Hi Sinu and I, congrats on your special day. ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. We miss you guys a lot. But our prayers are with you. രണ്ടുപേർക്ക് നല്ലൊരു പുതിയ ഹാപ്പി ഫൺ അഡ്വഞ്ചറസ് ലൈഫ് ആവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പിന്നെ നോയലിനെ പറ്റി പറയാനാണെങ്കിൽ ആദ്യം ഓർമ്മ വന്നത് അവൻ ഞങ്ങള് പൂച്ചക്കണ്ണാന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അത് ചെറുപ്പത്തിൽ നല്ല ബ്ലൂ ഐസ് ആയിരുന്നു, കാണാൻ നല്ല നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ സെക്കൻഡ് അവൻ്റെ ഞാനും അവനുള്ള റിലേഷൻഷിപ്പ് ചെറുപ്പത്തിലുള്ളത്. ഞങ്ങൾ രണ്ടുപേരും കീരിയും അവനെ പോലെ ഞങ്ങളുടെ കസിൻസ് ഒക്കെ ചോദിച്ചാൽ പറയും. ഞങ്ങൾ വഴക്കുണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചോരനാണ് ഞങ്ങൾ രണ്ടുപേരും നിർത്താറില്ല. പിന്നെ പറയാനുള്ളത് അവൻ്റെ വാചകടി. ആരെ വേണമെങ്കിലും അവൻ്റെ കയ്യിലെഴുതും. കുറച്ച് സമയം മതി അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആരെ അവൻ എഴുതും. അതൊന്നും അല്ലാണ്ട് അവൻ്റെ ക്വാളിറ്റീസ് ഞാൻ കാണുന്നത് he has a good heart and I have seen him helping others without any hesitation. പിന്നെ ഉള്ളത് അവൻ്റെ കൂടെ ഉള്ള സറൗണ്ടിങ് will be always fun and peaceful. He tries to make everyone happy around him. So that's it. രണ്ടുപേർക്ക് നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. All the very best. And Sinu, welcome to our family. We miss you. Bye. Well, visit Rachel and Ammai. Congrats, Sinu and Noel. Life begins, Alia. Hello, for those who don't know me, ഞാൻ സിനിലച്ചിയുടെ കസിൻ അല്ല അനിയത്തി എന്നാണ് പറയുക. ഞങ്ങൾ 5 പേര് ഒരുമിച്ച് ആണ്. അതിനാണ് ചൈൽഡ്ഹുഡ് മിസ്പെക്ടിങ്. സോ വി വർ ലൈക്ക് 5 siblings. ഞാൻ ഓ മൈ ഗോഡ് സിനിമ ഗെറ്റിംഗ് മാരീഡ് അല്ലേ. സിനിലച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ എന്താണ് ഞങ്ങളുടെ എല്ലാവരുടെയും ചേച്ചിയാണ്. ഈ ജനറേഷനിൽ ഏറ്റവും എൽഡസ്റ്റ് ഗേൾ എന്ന് പറഞ്ഞാൽ സിനിലച്ചിയാണ്. അപ്പോൾ ഞങ്ങളുടെ ചേച്ചി വേറെ ഇതിലേക്ക് കടക്കുകയാണ്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴാണ് അമ്മ എന്നൊക്കെ പറയും സിനിമയെ കുറിച്ച് പക്വതയൊക്കെ കാണിക്കുക എന്താണ് നമ്മുടെ പക്ഷെ ഇതിനൊക്കെ പറയുന്ന സിനിമ പണ്ടൊന്നും പറയുന്നുണ്ടോ എന്താണ് ഞാൻ ഓർക്കുന്നില്ല. കാരണം എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്താണ് സംഭവിച്ചത്. പക്ഷേ എന്നാലും എൻ്റെ ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്. ഓക്കെ സോ എനിക്ക് 5 മാസമുള്ളപ്പോഴാണ് എൻ്റെ പുറത്തുനിന്നിട്ട് നല്ല അടി തന്നിട്ടുണ്ട്. എൻ്റെ കിട്ടിയ കാര്യങ്ങളൊക്കെ എപ്പോഴും അപ്പാപ്പയൊക്കെ പറയാറുണ്ട്. തിരിച്ച് കിട്ടിയ കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ ഭയങ്കര വിഷമിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇത്തിരിയുടെ വലുതായപ്പോഴത്തേക്കാണ് എൻ്റെ കയ്യിൽ എപ്പോഴും ഡിസ്ലൊക്കേറ്റ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പ്രാവശ്യം ഡിസ്ലൊക്കേറ്റ് ആകാനുള്ള കാര്യം ചിന്തിച്ചു കൈ ശ്രമിച്ചിട്ടാണ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല നോട്ടി ആയിട്ടുള്ള ചേച്ചി പഠനത്തിലേക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. പെട്ടെന്ന് കാലത്തിൻ്റെ ഒരു കാരണം ആളെന്ന് വേറെ ആളിൽ പോയി അധികം സംസാരിക്കില്ല. അങ്ങനത്തെ ഒരു കുട്ടി. പക്ഷേ ഇപ്പോൾ ലൈക്ക് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഷീസ് ലൈക്ക് ഓ മൈ ഗോഡ് എല്ലാവരുടെയും ഭയങ്കര ഫാമിലി ഏറ്റവും വലിയ ആളാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുവാണ്. അപ്പോൾ ഈ ചേച്ചി ഇസ് ഗോണ ഗെറ്റ് എൻഗേജ്ഡ്. ഓ മൈ ഗോഡ്. ഇങ്ങനെ ഇത്രയൊക്കെയാണ് ഈ സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. സോ മച്ച് പറയാൻ നാണൊക്കെയാണ് എന്നാലും പറയുകയാണ് പറയുള്ളൂ. ലോയൽ ചാച്ച കാരണം എന്താണ്
right of this. കാര്യം പറയാനൊന്നും കിട്ടുന്നില്ല. But still, I wish you all the luck. നിങ്ങൾക്ക് എല്ലാ ബ്ലെസ്സിങ്സും എൻ്റെ വക. Congratulations, Sinu and Noel. Best wishes. നമുക്ക് എന്തായാലും എൻഗേജ്മെന്റ് വരാൻ പറ്റില്ല, പക്ഷെ അടുത്തുള്ള കല്യാണത്തിന് കാണാം, അടിച്ചുപൊളിക്കാം. അപ്പൊ ശരി, കൺഗ്രാറ്റുലേഷൻസ്. പേരൊക്കെ പിന്നെ പഠിപ്പിച്ചെടുക്കാം. We wish you guys a lot of luck. Welcome to the family, Shinu. ഞങ്ങളുടെ ഡയമണ്ട് ആണ് നിന്റെ കയ്യിൽ തന്നെ. പ്ലീസ് പൊന്നുപോലെ നോക്കൂ. നോയൽ നീ തന്നെ കാശിന് ഫുൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇതിനെക്കാളും കൂടുതൽ നോണ പറയാൻ പറ്റില്ല. സോ see you at the wedding. Have fun. All the best. See you. ഹായ് സിന്ധു ചേച്ചി എന്ന് വെച്ചാൽ കൺഗ്രാറ്റുലേഷൻസ്. സിന്ധു ചേച്ചി നമ്മളെപ്പോഴും കാണുമ്പോൾ അതേക്ക് ഈ പ്രശ്നങ്ങളോട് പോരാനായിട്ട് നിൽക്കുമ്പോൾ സിന്ധു ചേച്ചി പറയുമായിരുന്നു, പേടിക്കൊന്നും വേണ്ടേ, നമുക്ക് ഒരു 2025 വരെ പിടിച്ചു നിൽക്കാം, തീർച്ചയായിട്ടും കുഞ്ഞുമായി ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം എന്നൊക്കെ പറയുമായിരുന്നു. അത് പറഞ്ഞിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. ഈ വർഷം തന്നെ സിന്ധു ചേച്ചി ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുകയാണ്. വളരെ സന്തോഷം. ബാക്കി കാണുമ്പോൾ പറയാം. അപ്പോൾ ഹാവ് എ പീസ്ഫുൾ ടൈം അഹെഡ്. മൈ ബെസ്റ്റ് വിഷസ്. Hello, Noel and Sinu. Congratulations, guys. All the very best. അപ്പൊ കല്യാണത്തിന് കാണാം. യെസ്, അടിച്ചു വിളിക്കൂ. ബൈ. Hello. First of all, congratulations to Villaji and Chacha on your engagement. Okay. എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ C2N3 C2N3 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുരേഖ്, സിന്ധു, നീമ, നേഹ, നീതിന് ഷോർട്ടായിട്ട് C2N3 വിളിക്കും. സോ ബേസിക്കലി പറഞ്ഞാൽ സുമി ചേച്ചി എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്. ആൻഡ് പിന്നെ സുമി ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുമി ചേച്ചി എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ചൈൽഡ് പോലെയാണ്. എന്താ എല്ലാ കാര്യങ്ങളും ഭയങ്കര മെച്ചുവറായിട്ട് ഡീൽ ചെയ്ത്, ഇപ്പം എന്തെങ്കിലും ഈവൻസ് ഒക്കെ പ്ലാൻ ചെയ്യാനാണെങ്കിലും കോർഡിനേറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത്, അങ്ങനെ ക്രിയേറ്റീവായിട്ട് എല്ലാം ചെയ്യണം, അങ്ങനെയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ സുനിചേച്ചിക്ക് ഏറ്റവും അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യണ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും, സോ സിന്നു എന്നുള്ള പേര് ഒത്തിരി റെയർ ആയതുകൊണ്ട് സുനിചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം മിക്കവരും സുനിചേച്ചിയുടെ പേര് മിസ്പ്രൊനൗൺസ് ചെയ്യും. ഒന്നുകിൽ സീനു എന്ന് വിളിക്കും, അല്ലെങ്കിൽ സിന്ധു, ചിന്നു, അങ്ങനെ ഒത്തിരി പേരുകൾ വിളിക്കാറുണ്ട്. സോ സുനിചേച്ചിക്ക് അത് ഭയങ്കര അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. സോ പ്ലീസ് എല്ലാവരും മേക്ക് ഷുവർ ദാറ്റ് യു കോൾ ഹർ സിന്നു ഇറ്റ്സെൽഫ്. അതിൽ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാം വിളിച്ചിട്ട് പറയും, എടി അവർ ഞങ്ങളെ എന്നെ സീനു നാടി വിളിച്ച് അല്ലെങ്കിൽ സിന്ധു നാടി വിളിച്ച് എന്നൊക്കെ ഞങ്ങൾ എടുത്തു വന്നിട്ട് പറയും. സോ പ്ലീസ് എല്ലാവരും സിന്നു എന്ന് തന്നെ സുനിചേച്ചിനെ വിളിക്കണേ. പിന്നെ എന്താ പറയണേ, ഓക്കെ, ഞാൻ ഡെഫിനറ്റ്ലി എക്സൈറ്റഡ് ആണ് ഫോർ ദിയർ വെഡിങ്. ബിക്കോസ് സിന്ധു ചേച്ചിയുടെ വെഡിങ് ഇത്രയും എന്താ പെട്ടെന്ന് വരും, ലൈക്ക് അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരാളെ അല്ല. നോർമലി സിന്ധു ചേച്ചി ഇങ്ങനെ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്താൽ ഒത്തിരി ഇനി ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ലൈക്ക് നോയൽ ചാച്ചാസ് പ്രപ്പോസൽ വന്നപ്പോഴത്തേക്കും സിന്ധു ചേച്ചിക്ക് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. ആൻഡ് ഇവർ നേരിട്ട് കണ്ടപ്പോൾ ദേ തോട്ട് എ ലോട്ട് ആൻഡ് അവർ ഒത്തിരി സിങ്ക് ആവാൻ തുടങ്ങി. പെട്ടെന്ന് വൈബെല്ലാം നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അത് ഒത്തിരി ഗുഡ് സൈൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഐ ഹാവ് സീൻ ദം വൺസ് ഓൺലി, ലൈക്ക് ടുഗെദർ ഒരു തവണ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം അന്ന് അത് പെണ്ണ് കാണലിൻ്റെ ആ ദിവസമായിരുന്നു. അപ്പോൾ ലൈക്ക് അവർ രണ്ടുപേരും കാണുമ്പോൾ ഒത്തിരി ദേ ലുക്ക് സോ ഗുഡ് ടുഗെദർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, എന്ന് ഇനി കൂടുതൽ പറയാനൊന്നുമില്ല. സോ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. I wish you all the best for your new beginning, and yes, hoping to see you guys soon in Canada. And love you guys. Bye. Hi Sinu and Noel,
Congratulations, missing the moments, yet you are always in our prayers. God bless. Hi Sinu Chicha and Rajata, congratulations on your engagement. Hope you guys have a happy life together. I wish I could have been there, but hoping to see you guys soon. Hi Sinu and Rajata, congratulations for this moment, and I'm so happy for you guys. By the way, Sinu, I think you have 1 month കുറച്ചുകൂടെ സമയം വേണം. പിന്നെ എന്താ ക്യാൻറ്റീൻ നോക്കുന്നേയില്ല, ബിക്കോസ് അവളോട് വേറെ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പാർട്ടിയുടെ ക്യാൻറ്റീൻ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ നോക്കുന്നു. But now look at you, Sinu. But I'm so happy. I don't know, Nalcheta, how you changed her mind, because I knew that the moment Sinu saw you, she just fell in love with you. It might be the reason, for sure. So I'm so happy. And then what you say, she's like always calm, peaceful in our character. But energy, അവള് ഭയങ്കര കാമില്ലാട്ടോ. എനിക്ക് ഇങ്ങനെ എന്താ പറയാ വൈലന്റൊക്കെ ആകും. But she always listened what we are studying and kept on engaged everything. So I know that she will be like a perfect partner for you. And all my best wishes to you guys. Enjoy your day. Hopefully we'll see you soon. I love you. Hi Sinu, Malu. I know it's your biggest day today. പക്ഷെ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു അവിടെ ഉണ്ടാവാൻ പറ്റുന്നതിൽ. എന്നാലും ഓതൊക്കെ കുടുംബിത്തെ എൻ്റെ എല്ലാ വിശ്വസും പ്രൈസും എനിക്ക് രണ്ടുപേർക്കൊപ്പം ഉണ്ടാവും. And thanks you a lot. Congratulations on your engagement day. We wish you a happy married life. Enjoy. Happy married life, Nalcheta. അളിയ നാളിന് എൻഗേജ്മെന്റിന് എല്ലാവരുടെ വിശ്വാസം പരിപാടിയൊക്കെ അടിപൊളിയാക്കും. ഹായ് നോയലേട്ട ആൻഡ് സിനു. അപ്പോൾ നോയലേട്ടൻ്റെ എൻഗേജ്മെന്റ് ആയിരിക്കുകയാണ്. വളരെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയ സമയത്ത് ഞങ്ങൾ ചോദിച്ചു നോയലെ കല്യാണം കഴിക്കാൻ പോകുന്നതാണോ. അപ്പൊ നോയൽ ഞങ്ങളോട് പറഞ്ഞത് ഒട്ടും പ്രിപ്പയർഡ് അല്ല. എന്തായാലും സുപ്രഭാതത്തിൽ നോയലെ വിളിച്ചിട്ട് പറഞ്ഞു കായസ് ഞാൻ എൻഗേജ് ആവാൻ പോവാണ്. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് സിനു ആൻഡ് നോയൽ. നോയലേട്ടനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് കുറച്ച് നാളത്തെ പരിചയം നോയലേട്ടനുമായിട്ട് സ്റ്റാർട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ഒന്നിച്ച് ട്രിപ്പ് പോയപ്പോൾ ആദ്യമായിട്ട് ഞാൻ നോയലേട്ടനായിട്ട് കുറേ കൂടി കോണ്ടാക്ട് ആവുന്നത്. എന്നാലും ഇപ്പോൾ ഒരു ബ്രദറിന് തുല്യമാണ് നോയലേട്ടൻ. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കാനഡയിൽ വന്നപ്പോൾ തൊട്ടുള്ള പരിചയമാണ്. ഞങ്ങൾ ഒരു ഞങ്ങൾ ഭയങ്കര ക്ലോസാണ്. ആൾക്കൂടെ നോയലിനെ കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയൽ കുറച്ച് തള്ളും. അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് സിനിമ അനുഭവിച്ചേ പറ്റുള്ളൂ. വരാനുള്ള വഴി തങ്ങില്ലല്ലോ. അപ്പൊ ബെസ്റ്റ് വിഷസ്. എന്തായാലും ഇനി ഇവിടെ വരുമ്പോൾ രണ്ടുപേരെ കാണാൻ ഒന്നിച്ച് നോയലേട്ടനെ ഉടനെ തന്നെ കാണണം. ഒരു ട്രീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ബെസ്റ്റ് വിഷസ് ടു ബോത്ത് ഓഫ് യു. മജാനെ പൊളിക്കുക. Hi Noylan and Sinu, we are so happy for you. നോയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് ഇങ്ങനെ ഫസ്റ്റ് ടൈമിൽ മാറ്റി ഒരുപാട് വലിയ സംഭവമാണ്. ഒരു പ്രസ്ഥാനമാണ്. നോയലായിട്ട് നാട്ടിലേക്ക് പോയപ്പോൾ കാനഡയിൽ നാട്ടിലേക്ക് പോയപ്പം ഞങ്ങൾക്ക് ചോദിച്ചു കല്യാണം കഴിച്ചിട്ടാണോ വരിക, അങ്ങനെയൊക്കെ ഒരുപാട് ചോദിച്ചു. ഇല്ല ഇത്തവണ എന്തായാലും കല്യാണം കഴിക്കില്ല, ഒട്ടും പ്രിപ്പയർഡ് അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പോയ ഒരാളാണ്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഗൈസ് ഞാൻ എൻഗേജ്ഡ് ആവുകയാണ്, അങ്ങനെ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. എന്നെ കൺഗ്രാജുലേഷൻസ് നോയലേട്ടൻ. പിന്നെ സിന്നു ഏതോ ജന്മത്തിൽ എന്തോ ഒരു വലിയ ഭാവം ചെയ്തിട്ടുണ്ടെന്ന് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വിധി വരത്തില്ലായിരുന്നു. സോ എന്തായാലും അനുഭവിക്കുക, അത്ര പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ
പിന്നെ ഞങ്ങളെപ്പോൾ പാമ്പുമൂടി കളിച്ചാലും 12 തൊട്ട് 98 വരെയുള്ള കോണി ഉണ്ടാവാനുള്ളതായിരുന്നു. പാമ്പുമൂടിയിലൊന്നും അവന് തോന്നില്ല. അതിപ്പോൾ ഏത് ഗെയിമാണ്, ഇപ്പോൾ സോക്കർ കളിക്കുകയാണെങ്കിൽ അവൻ ഓമ്പോണ്ട് അടിക്കാൻ പ്രത്യേക ഒരു കഴിവുണ്ട്. ഇപ്പോൾ ലൂഡോ ആണെങ്കിൽ 6 മാത്രമേ കിട്ടൂ. മോളപ്പൊടിയിൽ എല്ലാ സ്ട്രീറ്റും ആദ്യം വയ്ക്കും. അങ്ങനെ എല്ലാ ഗെയിംസിലും ടോപ്പാണ്. അതുപോലെ എനിക്ക് പാമ്പുമൂടി കളിക്കുക. അപ്പോൾ സിനു എല്ലാവരും family Canada വെച്ച് കാണാം. Hi Noel, wishing you a very long and happy life together. Hi Noel, congratulations on your engagement day. Appa Noel, happy marriage life and congratulations on your engagement. Appa baaki endu ivodu parayan. Bye. Hi Narita. Hi Noel. ഹായ് സിനു. സോ ആദ്യം തന്നെ രണ്ടുപേർക്കും എൻഗേജ്മെന്റ് വിഷസ് പറയുന്നു. കല്യാണം എല്ലാവരും പറഞ്ഞു 3 വർഷത്തേക്ക് നാട്ടിൽ പോയത് 2 ആഴ്ച കൊണ്ട് പെണ്ണിനെ കണ്ടുപിടിച്ച് എൻഗേജ്മെന്റ് എത്തി. സന്തോഷം. സോ സിനു, വെൽക്കം ടു അവർ കപ്പിൾ ഗ്യാങ് ആൻഡ് സീ യു സൂൺ. ബൈ. So, any few words after seeing this video? പറഞ്ഞ മാതിരി തന്നെ ഞാനിവിടെ സിനുവിനെ വന്ന് കണ്ടത് ഒരാഴ്ച മുമ്പാണ്. വന്ന ആഴ്ച തന്നെ പോയി കണ്ടു. ഞങ്ങളുണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആള് നമ്മുടെ ആളാണ്. വൈബൊക്കെ ഓക്കെയാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ പറയും, എടാ എനിക്കൊരു വൈബ് സെറ്റായിട്ടുള്ള ഒരു കുട്ടീനെ കിട്ടിയില്ല. പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ ബ്രാൻഡിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഷീ അക്സെപ്റ്റഡ്. ഫ്യൂച്ചറിലേക്കും അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ രാവിലെ വെച്ച് നോക്കുമ്പോൾ എന്നെ അമ്മ സാധാരണ ഒന്ന് വിളിച്ച് പറയാറുള്ളത് ഫുഡ് കഴിക്ക് എന്നൊക്കെ പറഞ്ഞാണ് രാവിലെ വിളിച്ച് പറയാറുള്ളത്. അമ്മ എന്ന് തോന്നുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആയെന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞു. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എനിവേ പിന്നെ ഈ ഒരു ഞങ്ങൾ തമ്മിലുള്ള ഒരു അതിന് എന്താ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നതിനെ സഹായിച്ച രാജുക്കൾ, ഇവരെല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. റൈറ്റ് ദെയർ എന്ന് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി സിനുവിന് പറയാം. എന്നോട് പറയാത്ത കുറേ കാര്യങ്ങൾ അവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു. വീഡിയോ കണ്ടപ്പോഴേക്കൊക്കെ തോന്നി. പക്ഷേ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, നല്ലൊരു സർപ്രൈസ് ആയിരുന്നത്. ഞങ്ങൾക്ക് അവരെല്ലാവരും കൂടെ വന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത പോലെ തോന്നി. സോ താങ്ക് യു സോ മച്ച്. ഇതിന് എഫേർട്ട് ഇട്ടവർക്കൊക്കെ സോ മച്ച്. താങ്ക് യു.
yourself. Okay? So white will be Noel and red will be Sinu. Okay? I'll ask a question and the person whom you think does it, you have to raise their flower. Alright? രണ്ടുപേരും ആൻസർ ചെയ്യണം. Let's get started. You guys ready? Sinu, Noel, ready ആണോ? ബാക്കിയെല്ലാവരും ready ആണോ? ഉഷാർ അവിടെ ഇവർക്കൊരു എനർജി ബൂസ്റ്റ് കൊടുക്കാം. Yes. അപ്പൊ തുടങ്ങാം. First question. Who is more romantic? Oh, see, Noel is romantic. Okay. Second question. Who has a better sense of style? Who is more fashionable? Who is more adventurous? Oh, tiebreaker. Who is the more talkative one in the relation? Noel? Oh! Who is the funny one? Noel, answer? Who is the foodie? Sinika at the point. Who is the one who is always right? Noel, answer? രണ്ടുപേരും അല്ലല്ലോ ഒരാളുടെ പേര് പറ. ഫ്ലവർ ഇട്ടാ മതി ഏതെങ്കിലും. സിന്നു is always right. So ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾക്ക് രണ്ടുപേരുടെ ആൻസർ ചെയ്യണേ. What was your first impression about Noel? നോയില് പറയും ഭയങ്കര ധൈര്യം പറയും, പക്ഷെ ഞാൻ അത്ര ധൈര്യം ആണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ മനസ്സിലായത്. സത്യമായിട്ട് അതൊന്ന് നല്ല ക്യാരക്ടറാണോ പറയുന്നത്? His family actually, more than his family, they were very welcoming. എനിക്കറിയില്ല, അവരെന്നെ കണ്ടപ്പോൾ തന്നെ എന്നെ 10 വർഷമായിട്ട് അറിയുന്ന പോലെ എന്നോട് സംസാരിച്ച് അവരുടെ ഫാമിലി ആയിരുന്നു എന്നെ നോയലിനോട് അടുപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. And Noel, what was your impression about Sinu? ആക്ച്വലി എനിക്ക് കിട്ടിയ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ സിനു അധികം ടോക്കറ്റീവ് അല്ല എന്നാണ്. ബട്ട് ഐ മേഡ് ഹർ ടോക്ക്. പിന്നെ ഇവരുടെ കസിൻസായിട്ടൊക്കെ കുറേ ഫ്രണ്ട്സായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സോ ദേ സെഡ് വാട്ട് ഷീ ഈസ് കേപ്പബിൾ ഓഫ്. And actually I was too much interested in her, the way she is doing her job, so creative. That's what made me to her, rather than doing the same thing again and again. So yeah, Very nice, right? Both of them were impressed by a lot of different personality traits, which is amazing. Okay, small question to Noel. സിനുവിനെ എത്ര നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യണേ. Was Sinu wearing any rings right now? For today's function, was she wearing any rings? Rings on her finger? yes, 2. Sinu ഒന്ന് കാണിച്ചു എത്ര റിങ്സാ? കറക്റ്റ് ആണോ? അല്ല, നോട്ടീസ് ചെയ്തിട്ടില്ല. ഒന്നുകൂടെ ഒരു ട്രൈ. ഒരു വട്ടമുള്ള പറഞ്ഞ കണ്ടായിരുന്നു. പിന്നെ അത് നോട്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ആക്ച്വലി ഐ ഡിഡ്ന്റ് ലുക്ക് ഇൻടു ഇറ്റ്. യാ, അത് പറഞ്ഞിട്ട് നോയൽ എസ്കേപ്പ് ആയിട്ടുണ്ട്. Question to Sinu. What is Noel's favorite ice cream flavor? നോയിലിന് സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഐസ്ക്രീമിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. But I think it could be vanilla, but I'm not sure. Noel, ശരിയാണോ?
Okay, all right. And final question. What are 3 qualities that you love about each other? Just name them. 3 qualities. The first thing is that he considers me for everything. I mean, എന്താ പറയുക, ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴാണെങ്കിലും ഒരുമിച്ച് ഡിസിഷൻസ് എടുക്കാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒത്തിരി നാളൊന്നും അതിനെ സംസാരിച്ചിട്ട് ബട്ട് സ്റ്റിൽ he always considers because he always says like ഞാൻ മാത്രമല്ല നമ്മൾ രണ്ടുപേരും കൂടെ ലൈഫുള്ള രണ്ടുപേരും കൂടെ ഉള്ള ലൈഫാണ്. സോ he always considers me in that way. Second thing, he's very funny. So പിന്നെ എല്ലാവരും പറഞ്ഞാൽ കുറച്ച് തള്ളും but still he's very funny. So അങ്ങനെ ഞാൻ എന്തെങ്കിലും വിഷമമുള്ള കാര്യം പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇങ്ങനെ he will make me talk and make me happy. Then third one is that I think he is a family person. That's a very big quality. I mean, നല്ലൊരു ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. So that's a big quality I found in him. Thank you. Noel, 3 qualities about Sinu that you love. എന്നോട് വന്നിട്ട് നോ പറഞ്ഞിട്ടില്ല. സോ ഷീ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ the way she is thinking is one of her best quality. എന്തിനാണെങ്കിലും വേറൊരു കാഴ്ചപ്പാടോടെ കാണാൻ അവൾക്കറിയാം. പിന്നെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരുന്നുള്ളൂ. അങ്ങനെ ഹെസിറ്റേഷനൊന്നുമില്ല. പിന്നെ she likes to spend time with me. So the thing is that she wants to spend more time with me. That's the thing. So yeah, I'm grateful for that. Thank you to the lovely couple. A big round of applause for them, please. Wishing them a very blessed life ahead. Thank you everyone. Thank you so much.
it hard, baby. Rock the party, baby. Patulingi podi. On the floor, baby. Hit it hard, baby. Rock the party, baby. Patulingi podi. Kudukku putiya kuppayam, mudukku mannana kaalakku. Vidili pinne ennoda nenjil nadukirunnavalane nee. Nadukirunnavalane nee. നടവരമ്പത്ത് കണ്ടാലും പഠിക്കലങ്ങനെ തിന്നാലും പടച്ചെറുപ്പേ പിന്നെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ പടക്ക പീടിക കത്തുന്നേ കലത്തിലും പൊന്നമ്മ കാശൊടിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് പുതുക്ക കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ലേ പറിച്ചെടുത്തത് കണ്ടില്ലേ On the floor, baby, hit it hard, baby, rock the body, baby, patulingi podi. On the floor, baby. பாக்கு வெட்டல மாத்தி முடிச்சு பையன் வந்தாச்சு பூவை கொடுத்து சேலம் அடிச்சு பொண்ணு வந்தாச்சு கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத சாரே சாரே யார் கால பிரபு டோய் அள்ளி அள்ளி கொடுத்தா கால பிரபு டோய் சாரே சாரே யார் கால பிரபு டோய் அள்ளி அள்ளி கொடுத்தா கால பிரபு டோய் முடிச்சு பையன் வந்தாச்சு பூவை கொடுத்து சேலம் அடிச்சு பொண்ணு வந்தாச்சு
ഇവിടെ ഇന്ന് കുരുവികൾക്ക് മംഗളം കുരുവികൾക്ക് മംഗളം കുരുവികൾക്ക് മംഗളം കൂടെ കളി പറഞ്ഞു സ്വറമറഞ്ഞു ഞങ്ങളും സ്വറമറഞ്ഞു ഞങ്ങളും സ്വറമറഞ്ഞു കണ്ടോ ഇവിടെ ഇന്ന് കുരുവികൾക്ക് മംഗളം കൂടെ കളി പറഞ്ഞു സ്വറമറഞ്ഞു ഞങ്ങളും കുളിരും മധുവിന് കള്ളനോട്ടമൊന്നരും ഞങ്ങളെ നോക്കി നിന്നതും പെണ്ണിനുള്ളിലെ കണ്ണും പിടിവിടും കാലം പെണ്ണായാൽ കണ്ണീരുണ്ട് താളം പെണ്ണിന്റെ മടപടയ്ക്ക് താളം പെൺപൂവിൻ ഇതളിലുണ്ട് താളം പെൺമോഹം സുമാർക്കും താളം പെണ്ണോടിടയും Nadiga chickeni chameli deki chickena kamina deka chalne chidar पूरा क्या भला है फर्क पहचानना जिद पकड़ के पड़ा है कम वक्त छोड़ना जाना बदतमीज दिल मानना मायना ये जो हाल है सवाल है कमाल है हरि वचन कमानम हरियाणु का वचन कुंभमेलम